നമ്മുടെ ഷീറ്റ് അടി കംപ്ലീറ്റ് ആയോണ്ടിരിക്കണ്ട, ഒറ്റ ഷീറ്റ് കൂടി അടിക്കണ്ട. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇതിന്ന് ഏറ്റവും താഴത്തുനിന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് നമുക്കൊരു കോണി ചെയ്യാണ്ട്. അപ്പൊ ആ കോണി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കയറാൻ വേറെ വഴിയൊന്നുമില്ല, കോണി ചാറാൻ വഴിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിലൊരു സ്ലൈഡിംഗ് ഡോർ ചെയ്തെടുക്കണ്ട. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിലും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷീറ്റിന്റെ അളവാണ്. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഒറ്റ ഷീറ്റിന്റെ അളവാണ്. അപ്പൊ ഒരു ഗാഡി നിർത്തിയിട്ട് ഇതിന്റെ ഈ ഒരു ഇത് വരുന്നുണ്ട്, റിഡ്ജ് വരുന്നുണ്ട്, അതിൽ നമ്മൾ കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഷീറ്റിന്റെ ഈ ഒരു ഇത് വരുന്നതിന്റെ ഇതിലൂടെ മൊത്തം നീളം ഒരു 6 അടി ഷീറ്റിന്റെ അളവിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത്ര ലെങ്ത് നമുക്ക് കിട്ടും. ഇത്ര പോകുന്ന ഒരു പീസ് ഈ ഒരു അളവിന് നമുക്ക് മൊത്തം കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ സ്ലൈഡിംഗ് ഡോർ ചെയ്യുന്നതാ. അപ്പൊ അതിനെടുക്കുന്നതേ നമ്മൾ ഈ ഒരു ചാനലാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5/8 ബുഷും അതേപോലെ തന്നെ 5/8 റാഡും ഒക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കൊടുക്കുന്നത് അലുമിനിയത്തിന്റെ ചാനലാണ് കേട്ടോ. അലുമിനിയത്തിന്റെ ചാനലും അതുപോലെ തന്നെ ഈ ഒരു വീലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടുന്ന കിട്ടുക എന്നുള്ളത്. ഫാബ്രിക്കേഷന്റെ അലുമിനിയത്തിന്റെ കടയിൽ കിട്ടും കേട്ടോ. അലുമിനിയം ചാനലുകൾ കിട്ടുന്ന കടകളിൽ ഇത് കിട്ടും. ഈ ഒരു ഇത് കിട്ടും. എന്താ പറയാ, 2 വീല് വരുന്നുണ്ടാവും ഒരു ബോക്സിൽ. 2 വീലാണ് വരുന്നത് കേട്ടോ. നമുക്ക് 4 വീലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ടേ ഈ ടൈപ്പ് വീലാണ് വരുന്നത് കേട്ടാ. ഈ ടൈപ്പ് വീലാണ് വരുന്നത്. ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാണ് ചെയ്യുക. ഒരു സൈഡിലൂടെ കയറ്റി കഴിഞ്ഞാൽ കേട്ടാ അതിലൂടെ സുഖമായിട്ട് പോകും. പുതിയ ടാപ്പ് ചെക്കനെ ശ്രദ്ധയില്ല കേട്ടോ. ആ കട്ടറുണ്ടെന്ന് നമ്മുടെ സ്ലൈഡിംഗ് ഡോറിന്റെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫ്രെയിം വരുന്നത്. ഇത് നമ്മൾ ഓരോ കുത്തടിച്ചിട്ടേ ഷീറ്റിന്റെ മുകളിൽ നിന്ന് പട്ടി ചെയ്യുമ്പോൾ ഓരോ കുത്തടിച്ചിട്ട് 1.25 പട്ടി കൊടുത്തേക്കാണ് 2 സൈഡ് മൊത്തത്തിൽ ഫ്രെയിം ആക്കി. ആ ഫ്രെയിം ആക്കിയിട്ട് അതിലേക്ക് അലുമിനിയത്തിന്റെ ചാനലാണ് ആ പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ഒരു ഷീറ്റിന്റെ മൂന്ന് റിബ് പോകുന്ന രീതിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം നമ്മുടെ കറക്റ്റ് ഷീറ്റിന്റെ അളവാണ് കേട്ടോ. ഒരു ഷീറ്റിന്റെ അളവാണ്. അപ്പോൾ ഈ ഒരു ഹോളിന്ന് ഒരു 6 ഇഞ്ചോളം 2 സൈഡിലേക്കും തള്ളിച്ച് കിട്ടും. അവിടെ സുഖമായിട്ട് ഇതിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടോ. അലുമിനിയത്തിന്റെ ചാനലാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കൊടുത്തിട്ടുള്ള അലുമിനിയത്തിന്റെ ചാനലാണ്. അതേപോലെ തന്നെ വീലും നൈലോൺ വീലും കൊടുത്തിട്ടുള്ളത്. ഒരു വിരലോണിനെ സുഖമായിട്ട് നമുക്ക് തള്ളി നീക്കാനും ഇറക്കാനും പറ്റും. ഇത് നമ്മൾ ചെയ്യുന്നതിന്റെ ഫുൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നേ സൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്കുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ചാനലിനും ആ വീലിന് തന്നെ, വീലിന് 400 രൂപയും ചാനലിന് 1500 രൂപയോളം ഇതിലേക്കുള്ള ചെലവ് വരുന്നുണ്ട്. വേറെ ഇരുമ്പുകൾ കൂട്ടാതെ കേട്ടോ. നമ്മുടെ ചാനലിന് മാത്രം വരുന്നത്. ഫാബ്രിക്കേഷന്റെ കടകളിൽ അത് അവൈലബിൾ ആണ് കേട്ടോ ആ ചാനല്. ഇങ്ങനത്തെ ഒരു ചെയ്യാന്ന് വെച്ചാലേ വലിയ ഹാർഡില്ലാണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് കണ്ടോ സുഖമായിട്ട് ഇതുപോലെ ഇറക്കാൻ പറ്റും. ഇനി ഇതിന്റെ മുകളിൽ പ്ലെയിൻ ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ സാധാ റൂഫിങ്ങിന്റെ ഷീറ്റോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. കുറച്ചുകൂടി 2 ഷീറ്റിന്റെ അളവിലേക്കൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം ലോഡ് വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. ലോഡ് വന്നു കഴിഞ്ഞാലും അതിന് കംപ്ലൈന്റ് ഒന്നും വരില്ല. നല്ല വീലാണ് കേട്ടോ. ഇപ്പൊ ഇതിൽ ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി കഴിഞ്ഞാൽ അതിൽ കോണി വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ സുഖമായിട്ട് നമുക്ക് ഇതിലൂടെ തുറന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറാം. ഓക്കെ, ആ കോണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ വിഷ്വല് വരുന്നതായിരിക്കും.